ഓം സദാ ബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാഭി പഞ്ചാസ്യമാന്യ ബിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീങ്കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്നൻപത്തൊന്നൊത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലാചലം സർവദാ സാക്ഷിഭൂതം ഭാവാ അതീതം ത്രിഗുണരഹിതം സൽഗുരത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യ ഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ചുമയൊക്കെയാണ്, എന്നാലും ചില മക്കൾ എന്നെ ഒരു ദിവസം കണ്ടില്ലേ വിളിക്കാറുണ്ട്, അമ്മ ഇന്ന് ഇട്ടില്ലയോ എന്ന് ചോദിക്കും. അതുകൊണ്ടൊക്കെ നമുക്ക് ഇടാമെന്ന് കരുതി നമുക്ക് ഇത് ചൊല്ലാം. ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഭാഗവത്തിലെ കീർത്തനം, അവസാനത്തെ കീർത്തനം ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്യാണമാർന്ന ഹരി ലീല അമൃതം നൃവരാ ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ളുക പാപഹരം എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയ നല്ലൊരു വിഷ്ണു കഥ നാരായണായ നമ. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസം ഇത്. വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. കിട്ടാഞ്ഞുവേദം ഉഴലുന്നേരം ആദി കവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ടേ ധരിച്ചു ജലധൗ കൂർമ്മരൂപി ദിവി തട്ടും മഹാഗിരിയെ നാരായണായ നമ. കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാസുരനെ വാരാഹസിംഹം ഉയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷര വിരോധിക്കു മൃത്യു നരസിംഹോപഭൗത തനു നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. കുറ്റം വരാത ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാതുലകു വീണ്ടേഷമുച്ചുവടായി വില്ലാളിമാരയുധി 7 വട്ടമിഹ കൊന്നോരു രാമഹരി നാരായണായ നമ. കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വാട്ടം വരാത ബലഭദ്രാകൃതിം തടവി നാട്ടിനു നല്ലതിഹ
നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. കെൽപ്പേറിനോരു യദുവംശേ പിറന്നു ഹരി മുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ. അപ്പാഴരെ കലിയുഗാന്ധേ വധിച്ചിടുവതുൽപ്പന്ന കൽക്കേ തനു നാരായണായ നമ. കേട്ടെന്നരാധിപനിവണ്ണം രമേശ കഥ പെട്ടെന്നുറച്ചു ഭഗവത് രൂപം ഉള്ളിലഥ. കഷ്ടം കടിച്ചു മുനിവാക്യേന തക്ഷകനും ഇഷ്ടം നൃപന്നതിഹ നാരായണായ നമ. കൈവല്യമായ അളവ് വന്ന നരാധിപനു ദിവ്യം പെരുമ്പറ മുഴങ്ങി ഗംഭീരരവം. ഈ വണ്ണമില്ലൊരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. കൊണ്ടാടുവോർക്കും ഇതു കേൾക്കുന്നവർക്കും ഉടനുണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം പണ്ടേ മഹാമുനി ചമച്ചു പുരാണം അതുകൊണ്ടെന്നതോർക്ക ഹരിനാരായണായ നമ. ഓർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിന് സമമില്ലൊന്നുമെന്നറിക. തീർത്ഥങ്ങൾ കൊണ്ട് ഒഴിയാതുള്ള പാപം അതു തീർന്നിടുമെന്നറിക. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്ര നഹി വേദാന്തസാരമത് കേൾപ്പുണ്ടു ഭാഗവതം. വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞു പുനരേതച്ചകാരഖില നാരായണായ നമ. കല്ലോലിനീ രമണ കല്യാകൃതേ രുചിരഭുല്ലാരവിന്ദ രുചി പാദം ജയിക്കതവ എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയ ചൊല്ലാർന്ന അനന്തകഥ നാരായണായ നമ. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപത് ചേരും മുകുന്ദപദം. തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയ മാലോകരേ ജപത നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമുക്ക് ഭഗവാനെ വീണ്ടും സ്തുതിക്കാം. ശ്രീഹരി അഷ്ടകം കൂടെ ചൊല്ലാം. ഭഗവാനെ എത്രത്തോളം ആരാധിച്ചാലും നമുക്ക് മതി വരത്തില്ല. അങ്ങനെയുള്ള മനസ്സായിരിക്കണം. അതാണ് ഈശ്വരനിഷ്ടം. നമുക്കിനിയും പ്രാർത്ഥന തുടങ്ങാം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദായേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാമ്നായ ഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം.
സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശഭേദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ഠം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംഭോധിതീരം ഭജേഹം ഭജേഹം രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സ്വഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. മക്കളെ, നമ്മൾ അസുരവധത്തെ പറ്റിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കണ്ണനും ഗോപികളും എല്ലാവരും കൂടെ നദിയിലിറങ്ങി കുളിച്ചും കളിച്ചും രസിച്ചും കരയ്ക്ക് കയറി പശുക്കളെല്ലാം നല്ല പുല്ലുള്ളിടത്തൊക്കെ നിർത്തി തീറ്റി പോറ്റി അവരെ വെള്ളമൊക്കെ കുടിപ്പിച്ച് നല്ല സ്ഥലത്ത് കൊണ്ട് നിർത്തും. കാരണം തീനുള്ളിടത്ത് നല്ല തീറ്റ പോച്ച ഉള്ളിടത്തെല്ലാം കൊണ്ട് നിർത്തും. അങ്ങനെ ഇരുന്നപ്പോൾ അഘന് ഇതൊക്കെ കണ്ടപ്പോൾ വൈരാഗ്യം വന്ന് കോജാധിപൻ അവിടേക്ക് അയച്ചു. കോജാധിപൻ കംസൻ ആകാശത്തേക്ക് ഇവൻ വന്ന് നിൽക്കുന്നത് ദേവന്മാർ കണ്ടു. കോജാധിപൻ അയച്ച ഈ അസുരൻ അഘൻ. കുട്ടികൾ ഇങ്ങനെയെല്ലാം സന്തോഷിക്കുന്നു. അവർ എന്തെല്ലാം ലീലകൾ കാണിക്കുന്നു, ഭഗവാന്റെ സല്ലീലകൾ, നല്ല നല്ല കളികളൊക്കെ കണ്ടപ്പോൾ കംസനും അത്രമാത്രം വൈരാഗ്യമുണ്ടല്ലോ. പൂതനയും ബഗനയൊക്കെ സഹോദരങ്ങളല്ലേ, അവരൊക്കെ കൊന്നതുകൊണ്ട് അങ്ങനെ അഘനായ അതും സഹോദരനാണ് കംസന്റെ. അപ്പോൾ സഹോദരിയെയും ബഗനായ സഹോദരനെയൊക്കെ കൊന്നപ്പോൾ അഘനും വൈരാഗ്യമുണ്ടല്ലോ, അത് പക വീട്ടാനായിട്ട് അങ്ങനെ ആകാശത്ത് വന്ന് നിൽക്കുന്നു. ഭഗവാന്റെ ഈ കളികളെല്ലാം കണ്ടുകൊണ്ട് വൈരാഗ്യം തീർക്കാനായിട്ട് കംസൻ അയച്ചു വിട്ടു. അത് ദേവന്മാരറിഞ്ഞു, അവർ നോക്കി നിൽക്കുന്നു ഇവൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മളതാണ് അവസാനം വായിച്ചത്. അങ്ങനെ ഏറിയ ഭയം കൊണ്ടുമേവുന്ന സദാകാലം ഈ കംസന്റെ സഹോദരനായ ഈ അഘൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവനിനി എന്താ വരുത്താൻ പോകുന്നെന്ന് അറിയാൻ വയ്യാതെ ഏറിയ ഭയം ദേവന്മാർക്കുണ്ട്. അങ്ങനെ സദാസമയവും അവനെ തന്നെ ചിന്തിച്ച് കഴിയുവാണ്. പ്രാണരക്ഷണത്തെങ്കിൽ ആശയാ മുന്നം ഞങ്ങൾ സാനന്ദം അമൃതാഹാരം ചെയ്താരെന്നുള്ളതും നൂനം അന്വഹം അമരന്മാരായുള്ളവരെന്നും മനസ്സേ മറന്നുപോയി. എന്താ കാരണം? അഘൻ തന്നിലെ ഭയം കൊണ്ട്, അഘനോടുള്ള ഭയം കൊണ്ട് ഈ ദേവന്മാർ പ്രാണരക്ഷ, അവർക്ക് ജീവൻ നശിക്കും എന്നുള്ള ചിന്ത. കാരണം അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. അവർ അമൃതാഹാരം കഴിച്ചവരാണ്. പാലാഴി കടഞ്ഞെടുത്ത അമൃത് കഴിച്ച് അവർക്ക് മരണമില്ലാത്തവരാണ്, അമരന്മാരാണെന്നുള്ളതൊക്കെ. അവർക്ക് ഒരിക്കലും മരണമില്ല എന്നതൊക്കെ അവരങ്ങ് മറന്നുപോയി ഭയം കൊണ്ട്. അതുകൊണ്ട് അവർ ദീനന്മാരായ വൈകിടാതെ അവരങ്ങനെ വിഷമിച്ച് ദീനന്മാരായി കഴിയുന്നു. മാനസേ ഇതൊക്കെ അങ്ങ് മറന്നുപോയി ദേവന്മാർ. ഇവൻ്റെ ഈ ശത്രുത്വം കണ്ടുകൊണ്ട് ഈ അഘൻ വന്നിട്ടുണ്ട്, എല്ലാം നശിപ്പിക്കുമല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ നമുക്കും അങ്ങനല്ലേ. നമ്മൾ സർവ്വതും നമുക്കൊരു അപായങ്ങൾ ഒക്കെ ഒരു അപകടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മുമ്പേ ഉള്ളതൊക്കെ അങ്ങ് മറന്നു പോകും പെട്ടെന്ന്. ഇപ്പോൾ കല്ലിൽ തന്നെ കാലൊന്ന് തട്ടി വീഴാൻ പോകുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ ഉള്ളതെല്ലാം അങ്ങ് മറന്നു പോകും. നമ്മൾ എവിടേക്ക് പോകുന്നത് പോലും നമ്മൾ മറന്നു പോകുന്നു. അതുപോലെയല്ലേ ദേവന്മാരും അങ്ങ് മറന്നുപോയി. അവർക്ക് ഒരിക്കലും മരണമില്ല എന്നുള്ളത്, കാരണം ഇവനെ ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ളത് മറന്നു പോയിട്ട് ഭയന്ന് ദീനന്മാരായി വിഷമിച്ചു. അങ്ങനെ ദീനന്മാരായാർ വൈകിടാതെ കണ്ടവൻ മരിച്ചാനന്ദം പ്രാപിച്ചാലും ദൈവമേ ഇവൻ പെട്ടെന്ന് മരിക്കണമേ, എന്നിട്ട് ഞങ്ങൾക്ക് ആനന്ദം ഉണ്ടാകണമേ എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരവരെ പറ്റി തന്നെ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവനങ്ങ് മരിക്കണമേ, എന്നിട്ട് ഞങ്ങൾക്ക് ആനന്ദം ഉണ്ടാകണമേ കേവലം എന്നുള്ളൊരു ഭാവന കലർന്നിരിക്കുന്നവരെല്ലാം ദേവന്മാരെല്ലാം അങ്ങനെ ഭാവന ചെയ്യുന്നു, ഇവൻ പെട്ടെന്ന് മരണം ഉണ്ടാക്കണേന്ന്. എന്നിട്ട് അഘൻ എന്താ ചെയ്യാൻ പോണത്? ദേവകീ തനേനെ കൊല്ലുവാൻ ഭാവിച്ച് അവൻ ആകാശത്ത് വന്നത് എന്തിനാ? പരമാത്മാവായ അവതാരമെടുത്ത് ഭഗവാൻ കൃഷ്ണനെ വധിക്കാനായിട്ടാണ് അവൻ ആകാശത്ത് വന്നത്. അങ്ങനെ ദേവകീ തനേനെ കൊല്ലുവാൻ ഭാവിച്ചു ഈ അഘൻ.
അങ്ങനെ പോകുന്നത് അറിഞ്ഞ് കാണുവാനായി പുറപ്പെട്ട് പാരാതെ മന്ദം മന്ദം കൂടവേ വഴിപ്പെട്ടാർ. ഇത് മനസ്സിലാക്കിയ ദേവന്മാർ ഇവൻ വന്നത് കൃഷ്ണനെ വധിക്കാനാണെന്ന് മനസ്സിലാക്കി അവരും അങ്ങനെ മന്ദം മന്ദം പുറപ്പെട്ടു. അവൻ്റെ അടുക്കൽ അവൻ എവിടാ നിൽക്കുന്ന സ്ഥാനം നോക്കി അവരും വന്ന് നിൽക്കുന്നു. പൂതന തനിക്ക് അടുത്തുള്ള ഒരു ബഗൻ തൻ്റെ ഭാതാവാം, അതായത് പൂതനയുടെ മരണം, പൂതനയും കണ്ണനാണല്ലോ വധിച്ചത്, അതും പിന്നെ ബഗൻ ഈ പുള്ളായി വന്ന് വലിയ ചുണ്ടോടുകൂടി വന്ന് കണ്ണനെ കൊത്തി വിഴുങ്ങാൻ കുട്ടികളെയെല്ലാം അങ്ങനെ വന്ന്, അപ്പം ബഗൻ അതും അവൻ്റെ സഹോദരനാണ്, അതാണ് ഭ്രാതാവാം, അത് സഹോദരൻ. അപ്പോൾ ഈ അഘൻ്റെ സഹോദരിയായ പൂതനയെയും സഹോദരനായ ബഗനെയൊക്കെ കൊന്നതിനുള്ള പോരായ്മ പകരം വീട്ടക്കം പരിഭവം കൊണ്ട് ഉള്ളിൽ, അതിൻ്റെ പരിഭവമാണ് ഈ അഘൻ്റെ ഉള്ളിൽ. അത് വളർന്ന അതിഘോരാകാരേണ അത്രമാത്രം വൈരാഗ്യം വളർന്നിട്ട് വന്നങ്ങ് ആകാശമാർഗത്തെങ്കിൽ നിന്നവൻ വിചാരിച്ചു തുടങ്ങി മനക്കാമ്പിൽ, എൻ്റെ ശത്രു ഇവൻ അവിടെ നിന്ന് കളിക്കുന്നു. കൃഷ്ണൻ ഗോക്കളുമായി അതായത് പശുക്കളും കുട്ടികളുമായി ഗോപന്മാരുമായി നിന്ന് അവൻ വിലസുന്നു. നല്ല നല്ല ലീലകൾ സല്ലീലകൾ അവൻ ചെയ്യുന്നു. എൻ്റെ സഹോദരിയെയും എൻ്റെ സഹോദരനെയും കൊന്നവനാണ് എന്നവൻ വിചാരിച്ചു തുടങ്ങി മനക്കാമ്പിൽ. ഈ അഘൻ്റെ മനം മൊത്തവും മനസ്സ് മൊത്തവും വൈരാഗ്യം, ഘോര വൈരാഗ്യം ഒഴുത്തു. നമുക്ക് കണ്ടു വായിക്കുമ്പം കണ്ടു വായിക്കാം. എന്നുടെ സഹോദരിയെയും സോദരനെയും കൊന്നതി കാണായി അവർ തന്നിൽ വച്ച് ഇളയവൻ എന്നാൽ ഞാൻ ഇവനെ ഗോപാല ബാലന്മാരോടെ കൊന്നു തിന്നിടും നേരം വന്നിടും രുധിരത്തിൽ നിന്നു ചെയ്തിടാം സോദര്യോദക കർമാദികൾ. ഈ കുട്ടികളെ, അതായത് ഗോപന്മാരെയും കൃഷ്ണനെയും എല്ലാം കൊല്ലുമ്പോൾ എൻ്റെ സഹോദരിയുടെയും സോദരൻ്റെയും ഉദകക്രിയകൾ ചെയ്യാൻ ഇവരുടെ ദേഹത്തുനിന്ന് വരുന്ന രക്തം, രുധിരം, അതിൽ നിന്ന് ചെയ്തിടാം സോദര്യോ ഉദക കർമാദികൾ. രക്തത്താൽ എനിക്ക് ഉദകക്രിയ ചെയ്യാം, എൻ്റെ പൂതനയായ സഹോദരിയുടെയും ബഗൻ്റെ എല്ലാം ഉദകകർമ്മങ്ങൾ ചെയ്യാം എന്ന് ഇവൻ ധരിച്ചു. നിന്ന് ചെയ്തിടാം. അങ്ങനെ രുധിരം, രക്തം, ഭഗവാന്റെയും ഈ കുട്ടികളെ എല്ലാവരുടെയും രക്തം കൊണ്ട് ഞാനിന്ന് എൻ്റെ സഹോദരങ്ങളുടെ കർമ്മങ്ങൾ ഞാനിന്ന് ചെയ്യും. അതായത് ഉദകക്രിയകൾ, മരിച്ചവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ. മനോഹിതം വരുമാറെന്നാൽ, അത് അവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം അങ്ങനെ വരുമാറെന്നാൽ പശുവന്മാർക്ക് ഉന്മൂലനാശം വരുമില്ല സംശയമേതും. അതായത് അവൻ്റെ ആ ഇഷ്ടം സാധിച്ചാൽ പശുവന്മാരായ ഗോപാലന്മാർക്കെല്ലാം ഉന്മൂലനാശം തന്നെ വരും. കാരണം ഇതിൻ്റെ എല്ലാം ജീവനാണല്ലോ കൃഷ്ണൻ. ഇവരെല്ലാം വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് സന്തോഷിച്ച് രക്ഷിച്ച് നടക്കുന്നെല്ലാം ഈ കൃഷ്ണനാണ്. കൃഷ്ണനങ്ങ് പോയാൽ പിന്നെ മറ്റാർക്കും ഒരു ബലവും ഇല്ലാതെ നശിച്ചു പോകും, ഉന്മൂലം നശിക്കും. കൃഷ്ണൻ്റെ ശക്തി കൊണ്ടാണ് ഇവർ കുട്ടികളെല്ലാം ഒത്തു നടക്കുന്നത്. അതുകൊണ്ട് മനോഹിതം, എൻ്റെ ഈ മനസ്സിൻ്റെ ഇഷ്ടം ഇങ്ങനെ കൊന്നു തിന്നിടും. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടം സാധിച്ചാൽ പിന്നെ സർവ്വതും നശിക്കും, എല്ലാവർക്കും ഉന്മൂലം മൊത്തം നശിക്കും. അങ്ങനെ പശുപന്മാർക്കെല്ലാം ഉന്മൂലനാശം വരും, ഇല്ല സംശയമേത്, ഒരു സംശയവുമില്ല എന്നവൻ കരുതി. ഗോപാലന്മാർക്ക് ജീവനാകുന്നത് ഇവൻ തന്നെ, പാപികൾ തമ്മെ കൊല്ലുവാൻ എന്തൊരു കഴിവുള്ളൂ. ഈ കൃഷ്ണനെ അങ്ങ് കൊന്നാൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എന്താ കഴിവുള്ളത്? കൃഷ്ണനല്ലേ ഇതിൻ്റെ ബലവാൻ. അപ്പോഴാ കൃഷ്ണനെ തന്നെ അങ്ങ് കൊന്നാൽ പിന്നെ ഗോപന്മാരെ കൊണ്ട് എന്താ കഴിവുള്ളത്? ഇവരെ തിരിച്ചടിക്കാൻ പറ്റുമോ ഈ ദുഷ്ടനായ അഘനെയൊക്കെ? അതുകൊണ്ട് അവരെ കൊണ്ട് ഒരു കഴിവും ഇല്ല ഗോപന്മാരെ കൊണ്ട്. അതുകൊണ്ട് കൃഷ്ണനെ വധിച്ചാൽ പിന്നെ ഒരു കഴിവും അവർക്കുണ്ടായി വരത്തില്ല, അവരെ ഉന്മൂലനാശം തന്നെ സംഭവിക്കും. ചേതസി വിചാരിക്കില്ലെന്നെല്ലാം ഓർത്തോർത്ത് എഴും ജാത കൗതുകാൽ പെരുമ്പാമ്പായി ചമഞ്ഞവൻ. അവനങ്ങനെ ഓർത്തിട്ട് അവൻ എന്ത് ചെയ്തു? അഘൻ വലിയൊരു പെരുമ്പാമ്പായി ചമഞ്ഞു. അവനെന്തും രൂപം മാറുന്ന ഒരു അസുരനാണല്ലോ. എപ്പം വേണ്ടുന്ന രീതിയിൽ അവന് രൂപം മാറാം, ശരീരം എടുക്കാം. അങ്ങനെ അഘൻ വലിയൊരു പെരുമ്പാമ്പായി ചമഞ്ഞു. താനാദി വലിയൊരു യോജനായതത്തോടും ദീനമെന്നിയെ പാദയോജന വണ്ണം ചേർന്ന് ഗോഗണത്തോടും കൃഷ്ണരാമന്മാർ ഗോപന്മാരും വേഗേന വരും വഴിയൊക്കവേ അടച്ച് തൻവാ പിളർന്നൊരു മഹാപർവ്വത ഗുഹ പോലെ വ്യാപൃതം കിടന്നു കൊണ്ടിടിനാൻ അവനിയിൽ.
അവന് ഭൂമിയിൽ അങ്ങനെ അവൻ എന്തു വന്നു? കൃഷ്ണരാമന്മാരെല്ലാം വരുന്ന വഴി നോക്കി ഗോഗണത്തോടും കൂട്ടങ്ങളും പശുക്കൂട്ടങ്ങളും ഗോപാലന്മാരും കൃഷ്ണനും രാമനും എല്ലാം വരുന്ന വഴി നോക്കി അടച്ചങ്ങിട്ടു ഈ പാമ്പ്. അത്രമാത്രം ഭയങ്കരമായ എത്രമാത്രം വഴിയുണ്ടോ അത് മൊത്തവും അടച്ചു വെച്ചിട്ട് അവൻ അവിടെ കിടന്നു. വലിയൊരു പാമ്പായി. എങ്ങനെയാ? മഹാപർവ്വത ഗുഹ പോലെ പിളർന്നങ്ങ് കിടക്കുക. കാരണം ആര് കണ്ടാലും ആകാശത്തോട്ട് നോക്കിയാലോ ഒരുപാട് പൊക്കമുണ്ട്. ആകാശം മുട്ടയാണ് ഇവൻ്റെ ഒരു ചുണ്ട് ഇരിക്കുന്നത്. പിളർന്നാൽ നമുക്ക് മേലോട്ട് നോക്കിയാൽ അങ്ങ് ആകാശത്തോട്ട് നോക്കാം. അതുപോലുള്ള ഒരു ഗുഹയാണ്. അവിടെ എങ്ങും എത്തുമ്പടി 4 സൈഡും കാണാൻ പറ്റാത്തവണ്ണം ഇടമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അറിയാതെ വലിയ സ്ഥലത്തൂടെ പോകുന്നത് പോലെ നമ്മൾ സാധാരണ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നത് അതുപോലെ നടന്നങ്ങ് കയറി പോകും. പക്ഷെ അവൻ്റെ വായിലോട്ടാണ് കയറി പോകുന്നതെന്ന് അവരറിയുന്നില്ല. കാരണം അല്പമൊന്നുമല്ല, അതിഭയങ്കരമായ ഒരു പർവ്വതത്തിൻ്റെ കണക്കാണ്. ഒരു മഹാപർവ്വത ഗുഹ പോലെ അത്രമാത്രം വ്യാപരിച്ച് കിടക്കുകയാണ്. കിടന്നുകൊണ്ടിടാൻ അവനിൽ അങ്ങനെ ഭൂമിയിൽ അവൻ അങ്ങനെ കിടന്നു. അപ്പോൾ ആർക്കൊരു സംശയമില്ല, ഒരു ഇടതടവില്ലല്ലോ. അങ്ങ് കയറി പോയാൽ അവൻ്റെ വയറ്റിലോട്ടാണ് ഇവർ കയറി പോകണമെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. അവർ കയറുമ്പം വായങ്ങ് മുറിക്കാൻ മതിയല്ലോ. മേദിനിയോട് കീഴും മേലേത് മേഘത്തോടും മേതുരനുടെ ചുണ്ടു രണ്ടുമായി എത്തിയിടുന്നു. മേലോട്ട് നോക്കിയാൽ അങ്ങ് മേഘത്തോടെത്തും, താഴെ ഭൂമിയിൽ ചേർന്ന് കിടക്കുന്നു, മേലോട്ട് അങ്ങ് ആകാശമുട്ടെ. അങ്ങനെയാണ് അത്രമാത്രം സ്ഥലം വ്യാപ്തി ഈ ഗുഹയ്ക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിൻ്റെ 4 അരുവോ മുകളിലോട്ടോ ഒന്നും നോക്കിയാൽ ഒരെത്തുമ്പടിയും കിട്ടത്തില്ല. കറണ്ട് അങ്ങ് പോയി. അങ്ങനെ മേഘത്തോടും മേതുരനുടെ ചുണ്ട് രണ്ടുമായി എത്തിയിരുന്നപ്പോൾ ഒരു ചുണ്ട് ഭൂമിയിലും ഒരു ചുണ്ട് ആകാശത്തും. മേരു തൻ ശിഖരങ്ങൾ പോലെ ദംഷ്ടകൾ അജ്ഞാകാരമാം നാവും കനൽക്കട്ടകൾ ദഹിച്ച് ഇരുപൂറായി നിന്നുടനൊരു യോജനയിലും പുറം വേറായി നിന്ന് അതിശയാകാരമാം നേത്രങ്ങളും നാസാരന്ധ്രങ്ങളോടെ നിന്നു വന്നിടും. പരവാദവും ഒരു പൂതി ഗന്ധവും സഹിയാതെ നീളവേ പരന്നളവെന്തിരുന്ന് ഒരുമിച്ച് കാളന്തി തീരെ കളിക്കുന്ന ഗോപാലന്മാരും ചിന്തിച്ചു തുടങ്ങിനാൻ എന്തൊരു ദുർഗന്ധവും. അപ്പോൾ ഇവൻ്റെ പിളർന്ന് കിടക്കുന്ന കുട്ടികൾ ആ വായിക്കാത്തോടെ നടക്കുക, അവരറിയുന്നില്ല. അപ്പോൾ അവർ നോക്കുന്നു ഇവിടെ എന്താ ഇത്ര ദുർഗന്ധം. ഇവൻ്റെ പിളർന്ന് കിടക്കുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ്. അത് പക്ഷേ കുട്ടികൾ അറിയുന്നില്ല. അവർ നോക്കുമ്പോൾ ഇത്രമാത്രം അതിഭയങ്കരമായ ദുർഗന്ധം. കാളന്തി തീരെ കളിക്കുന്ന കുട്ടികൾ സന്താപബഹതി, എന്താ ഇത്ര സന്താപം, ഇത് ഇത്രമാത്രം ദുർഗന്ധം വരാൻ എന്താ ഇങ്ങനെ വിഷമം വരുന്നല്ലോ, ഇതിനുള്ള കാരണം, ഇതിനുള്ള അവകാശം എന്താണ്? പണ്ട് ഇതിന് കീഴിൽ ലേവമുണ്ടായില്ല ഒരിക്കലും. മുമ്പ് നമ്മളിതിലേക്കൂടെ പോകുമ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ അവർ കുട്ടികളിങ്ങനെ പണ്ട് ഇങ്ങനെയൊന്നും നമുക്ക് ഇങ്ങനെ ദുർഗന്ധം ഉണ്ടായിട്ടില്ല, ഇപ്പം എന്താ ഇങ്ങനെ വരാനുള്ള കാരണം? കൊണ്ടനേ വർണ്ണൻ തൻ്റെ വൈരികൾ അസുരകൾ സമ്പ്രതി വിരോധിപ്പാൻ വന്നുളരായാരെങ്കിൽ അമ്പലമ്പൻ തുണയുണ്ടല്ലോ നമുക്കെല്ലാം. അങ്ങനെ അവരെന്ത് വിചാരിച്ചു? മുമ്പേ ഇങ്ങനെ അസുരന്മാർ വരുന്നുണ്ടല്ലോ. പൂതന വന്നു, ഭഗൻ വന്നു, വത്സ അസുരൻ വന്നു, പശുവായിട്ട് വന്നൊരു അസുരൻ, ഇങ്ങനെ ഓരോരുത്തരും വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ് വന്ന് സംഭവിച്ചതാണോ? ഇപ്പോഴും ശത്രുക്കളാണ് ഇവിടെയാണ് ഉണ്ടോ? ഇത്ര ദുർഗന്ധം എന്താ വരാനുള്ള കാരണം? അങ്ങനെയാണെങ്കിലും നമുക്ക് അമ്പൻ ഭക്തവത്സലനായ എല്ലാവരോടും കരുണ ചൊരിയുന്ന ഭഗവാൻ കൃഷ്ണൻ, നമുക്ക് ഭഗവാൻ അവർക്ക് അറിയില്ല എങ്കിലും അമ്പൻ നമ്മളെ എല്ലാം രക്ഷിക്കാനുള്ള കരുണയുണ്ടല്ലോ, നമ്മളെ കൃഷ്ണന് അമ്പൻ നമുക്ക് തുണയുണ്ടല്ലോ എന്ന് എപ്പോഴും എന്തൊക്കെ വന്നാലും വിഷമങ്ങളെല്ലാം വരുമ്പോൾ ഈ കുട്ടികളെല്ലാം രക്ഷിക്കുന്നത് കണ്ണനാണല്ലോ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോഴും ഒരു കുഴപ്പവും വരത്തില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ശത്രുക്കളെങ്ങാണം അസുരന്മാരെങ്ങാനോട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ ഒരാളോടുണ്ടല്ലോ, കൃഷ്ണനുണ്ടല്ലോ എന്നവർ സമാധാനിച്ചു. നമുക്ക് കയറ്റി വായിക്കാം. കറണ്ട് പോയപ്പോൾ വെട്ടമില്ലാതല്ലേ വായിച്ചത്. അപ്പോൾ എങ്ങനെയാ ഇവൻ കിടക്കുന്ന ഈ ദുഷ്ടനായ പെരുമ്പാമ്പ് വ്യാപരിച്ച് കിടക്കുക. മേദിനിയോട് കീഴും മേലേത് മേഘത്തോടും. ഒരു ചുണ്ട് മേഘം വരെ മുട്ടും, ഒരു ചുണ്ട് ഭൂമിയിലും. അങ്ങനെ മേതുരൻ്റെ ചുണ്ട് രണ്ടുമായി എത്തിയിടുന്നു. മേരു പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ പോലെ അവൻ്റെ ദംഷ്ടകൾ. ഈ പാമ്പിൻ്റെ ദംഷ്ടകൾ വെച്ചാൽ അവൻ അസുരനാണല്ലോ, അസുരൻ്റെ ദംഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്
അങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ പോലെ ദംഷ്ടങ്ങൾ അജ്ഞാകാരമാം നാവും നാക്കും കനൽക്കട്ടകൾ ദഹിച്ച് ഇരുകൂറായി, അത് നല്ല കനൽക്കട്ടകൾ എങ്ങനെ ദഹിച്ച് മിനുങ്ങുന്നത് അതുപോലെ ഒരു ഇരുകൂറായി രണ്ട് സ്ഥലത്തല്ലേ രണ്ട് കണ്ണിരിക്കുന്ന കണ്ണ്, അത് ഇരുകൂറായി നിന്നുടൻ ഒരു യോജനയിലും പുറമുണ്ട് അവൻ്റെ കണ്ണുകൾ. വേറായി നിന്ന് അതിശയാകാരമാ നേത്രങ്ങൾ. അങ്ങനെ രണ്ട് കണ്ണ് അപ്പുറം ഇപ്പുറം ഒരു യോജന അകലത്തിൽ, അത്രമാത്രം വലിയൊരു പാമ്പല്ലേ. അതും കനൽക്കട്ട തിളങ്ങുന്നത് പോലെ തിളങ്ങുമാണ്. നാസാരന്ധ്രങ്ങളുടെ നിന്ന് വന്നിടും പരവാതവും ഒരു പൂതിഗന്ധവും സഹിക്കാൻ പറ്റുന്നില്ല. നാക്ക്, അത് മൂക്ക്, നാസാരന്ധ്രം, രന്ധ്രം ദ്വാരം, മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടി എന്താ വരുന്നത്? ശ്വാസം, വാദം, കാറ്റ് വരുന്നത്. പൂതി ഗന്ധവും അത്രമാത്രം ദുർഗന്ധം സഹിയാതെ നീളവേ പരന്ന അളവ് എന്തിനൊന്നൊരുമിച്ച് ഇവിടെ മൊത്തവും അവിടെ എവിടെല്ലാം സ്ഥലമുണ്ടോ അവിടെ മൊത്തം. എന്നുവെച്ചാൽ അവർ ആ കുട്ടികൾ നിൽക്കുന്ന സത്യത്തിൽ അവൻ്റെ വായിലാത്താണെന്ന് അവർ അറിയുന്നില്ല. കൃഷ്ണനും കൂടെ ചെന്നെങ്കിൽ അവൻ വായ അടയ്ക്കൂ. അപ്പോൾ കുട്ടികളെല്ലാം അങ്ങ് കയറി, അവരറിയാതെ തന്നെ അവരങ്ങ് അതിനകത്ത് അകപ്പെടുവാണ്. പതുക്കെ അവർ പറഞ്ഞുകൊണ്ട് നടന്ന് കയറുക. നീളവേ പരന്നളവ് എന്തിനെന്ന് ഒരുമിച്ച് കാളന്തി തീരെ കളിക്കുന്ന ഗോപാലന്മാരും. അവർ കാളന്തി തീരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരറിയുന്നില്ല അവിടെ ആണല്ലോ, വഴിയിലാണല്ലോ അവൻ കിടക്കുന്നത്. അവർ ധരിക്കുന്ന കാളന്തി തീരത്തിൽ ഇങ്ങനെ നിൽക്കുമല്ലേ, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ഈ വാവിളക്കുന്ന അഖൻ്റെ വായിൽ നിന്ന് വരുന്ന വാടയാണ് അവർ ഓർക്കുന്നത്. എന്താ ഇങ്ങനെ ഒരിക്കലും മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവർ ചിന്തിച്ചു തുടങ്ങുന്നു. നീളവേ പരന്നളവെന്തെന്ന് ഒരുമിച്ച് ഇവിടെ മൊത്തവും സഹിക്കാമേത്ത ദുർഗന്ധം. കാളന്തി തീരെ കളിക്കുന്ന ഗോപാലന്മാരും ചിന്തിച്ചു തുടങ്ങിനാൻ. എന്താ അവർ ചിന്തിച്ചു തുടങ്ങുന്നത്? എന്തൊരു ദുർഗന്ധവും സന്താപബഹത്വവും ഉണ്ടാവാൻ അവകാശം. ഇത്രയും വിഷമം പിടിച്ച ഈ ദുർഗന്ധം ഉണ്ടായ എന്താ കാരണം? പണ്ടിതിൻ കീഴിലേവമുണ്ടായിൽ ഒരിക്കലും കൊണ്ടൽ നേർ വർണ്ണൻ തൻ്റെ വൈരികൾ ആശ്രകൾ സമ്പ്രതി വിരോധിപ്പാൻ വന്നുളരായാരെങ്കിൽ അമ്പരിലമ്പൻ തുണയുണ്ടല്ലോ നമുക്കെല്ലാം. മുമ്പൊക്കെ വന്നതുപോലെ അസുരന്മാർ ശത്രുക്കളങ്ങാണ് ആണോ? എന്നാലും നമുക്ക് കൃഷ്ണൻ, അമ്പരിലമ്പൻ കരുണാശാലിയായ കൃഷ്ണൻ നമുക്ക് ഉണ്ടല്ലോ നമ്മളെ രക്ഷിപ്പാൻ എന്നവർ സമാധാനിച്ചെങ്കിലും അമ്പരിലമ്പൻ തുണയുണ്ടല്ലോ നമുക്കെല്ലാം. മുമ്പിൽ അന്തകപുരത്തിന് താൻ തന്നെ പോയാൻ പമ്പനാം ബഗൻ അവൻ അങ്ങ് ചങ്ങാതം പോലെ പിൻപിട തുടർന്ന് ചൊല്ലുക എന്നയച്ചിടും. വമ്പനാം ബഗൻ മുമ്പ് പക്ഷിയായിട്ട് വന്ന് കൊത്തി വിഴുങ്ങുന്നില്ലേ, ചങ്ങാതം പോലെ പിൻപിട തുടർന്ന് ചൊല്ലുക എന്നയച്ചിടും എന്നും കമ്പമില്ല അരികളെ. എങ്കിലും മുമ്പൊക്കെ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ചുണ്ടുകൊണ്ട് കൊത്തി വിഴുങ്ങി ബഗൻ. അങ്ങനെയുള്ള സമയത്തൊക്കെ ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ചല്ലോ. എന്നാലും നമുക്കുള്ളിൽ കുട്ടികൾ പറയുന്നത് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ പ്രാണസങ്കടം വലുതാകയാൽ നമുക്ക് അത്രമാത്രം നമ്മുടെ പ്രാണനെ വിഷമമുണ്ട്, വലുതായ വിഷമം നമുക്കുണ്ട്. നമ്മളെ ജീവൻ നഷ്ടപ്പെടുമോ എന്നൊരു സങ്കടം വലുതായതുകൊണ്ട് വിരോധികൾ കാണാതെ മറ്റെങ്ങാനും പോകുക എന്നെല്ലാവരും കൂടി നിന്ന് ഉഴന്നു ചിന്തിച്ചു മന്ത്രിച്ചു തമ്മിൽ പേടിയും പറഞ്ഞ് അകതാരം ഇടർ തേടി മാനസം ഭ്രമിച്ച് ആനന്ദം കുറഞ്ഞ്. കുട്ടികൾക്കുള്ള ആനന്ദം കുറഞ്ഞ്. ദുഷ്ടന്മാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാണനെ, നമ്മുടെ ജീവനെ അപായപ്പെടുത്തുമോ എന്നൊരു സങ്കടം. നമ്മളെ കൃഷ്ണൻ രക്ഷിക്കുന്നുണ്ട് എങ്കിലും ഒരു വിഷമം, പേടി. നമുക്ക് ഇവന്മാർ കാണാതെ, ഈ ദുഷ്ടന്മാർ അറിയാതെ മറ്റെങ്ങോട്ടെങ്കിലും അങ്ങ് മാറിയാലോ. അങ്ങനെ അവർ പ്രാണസങ്കടം വലുതാകയാൽ വിരോധികൾ കാണാതെ, ഈ അസുരന്മാർ കാണാതെ മറ്റെങ്ങാനും പോക എന്ന് എല്ലാവരും കൂടി നിന്നുഴന്ന് ചിന്തിച്ചു. കൃഷ്ണനല്ല, ബലരാമനും അല്ല, ഗോപന്മാരാണ് ചിന്തിക്കുന്നത്. എങ്ങോട്ടേലും മാറി നിൽക്കാം എന്ന് ചിന്തിച്ച് കൂടി നിന്ന് അവർ ചിന്തിച്ച് ഉഴന്ന് മന്ത്രിച്ച് തമ്മിൽ പറഞ്ഞു, പേടിയും പറഞ്ഞ് അകതാരം ഇടർ തേടി. അവരുടെ ഉള്ളമെല്ലാം പേടിച്ച് അവർ മന്ത്രിച്ചിങ്ങനെ പറഞ്ഞ് മനസ്സെല്ലാം ഭ്രമിച്ചെഴും. അപ്പോൾ അവർക്ക് ആനന്ദമൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ സന്തോഷം പോയി. ആനന്ദം കുറഞ്ഞ് അതിമാനികൾ ദീനന്മാരായി ചെന്നുടൻ തെരുതരേ ദാനവൻ പെരുമ്പാമ്പായ ആനനം പിളർന്നാതി ആനായ കുമാരന്മാരേത് ഒന്നറിയാതെ നൂനമങ്ങ് അവൻ ജഡരാലയത്തിന് നേരെ ആനവും തുടങ്ങിന ആരാശു വന്ന അമരകൾ. അപ്പോൾ അമരന്മാർ കാണുന്നു. എന്താ കാണുന്നത്? കുട്ടികൾ അറിയുന്നില്ല. അമരന്മാർ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവൻ്റെ വായിലോട്ടാണ് കയറി പോകുന്നത്. നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം, ഒളിച്ച് നിൽക്കാം. ഈ ദുഷ്ടനെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാണ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവൻ അറിയാത്ത സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും മാറിപ്പോകാം എന്നവർ ചിന്തിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇവൻ അവൻ്റെ ജഠരാലയത്തിൽ ദുഷ്ടനായ അഖൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അത് ആരറിയുന്നു? കുട്ടികൾ അറിയുന്നില്ല. ഇവിടെ
വാനിൽ നിന്ന് അവർ കണ്ടു അമരകൾ. നൂനമങ്ങ് അവൻ ജഠരാലയത്തിന് നേരെ യാനവും. അവൻ്റെ വയറ്റിലേക്ക് നേരെ കയറുന്നത് ആര് കാണുന്നു? അമരകൾ. തുടങ്ങിനാരാശു വന്ന അമരകൾ വാനിൽ ആകാശത്ത് നിന്നവർ കണ്ടു. ധീരരായ അതുകാലം അവർക്ക് വിഷമമായി ദീനപ്പെട്ടുന്നു. അയ്യോ, കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ വായിൽ അകപ്പെട്ടല്ലോ എന്ന് ദേവന്മാരെല്ലാവരും നിന്നങ്ങ് വിഷമിക്കുന്നു. ധീരന്മാരായ അതുകാലം ദീനരായ അതുകാലം പീന വേദന കലർന്ന ആലാപം തുടങ്ങിനാർ. അങ്ങനെ അവർ വിഷമിച്ച് കരയുന്നു. വിഷമിച്ച് അയ്യോ കഷ്ടമാഹന്ത കഷ്ടം, ദുഷ്ടനാ മകൻ വായിൽപ്പെട്ടാരി കുമാരന്മാർ ഉത്കൃഷ്ടന്മാരെങ്കിലും നഷ്ടരായ ചമഞ്ഞതിന് എത്രയും എളുത്. നേരൊട്ട് ഉൾത്താരിലറിഞ്ഞില്ല അവർ ഒരുത്തരും. ദൈവമേ കഷ്ടമാഹന്ത കഷ്ടം, ഭഗവാനെ ഈശ്വര അവരറിഞ്ഞില്ലല്ലോ ഇവൻ്റെ വായിലോട്ട് കയറി പോയത്. അവർ നഷ്ടരായ ചമഞ്ഞതിന് എത്രയും എളുത്. നേരൊട്ട് ഉൾത്താരിലോട്ട് അറിഞ്ഞതുമില്ലല്ലോ കുഞ്ഞുങ്ങൾ അവൻ്റെ വായിലോട്ടാണ് കയറിപ്പോയതെന്ന്. വാനിൽ നിൽക്കുന്ന ദേവന്മാരാണ് ഇത് കാണുന്നത്. കുഞ്ഞുങ്ങളൊന്നും അറിയുന്നില്ല അവൻ വായിലോട്ടാണ് കയറിപ്പോകുന്നെന്നോ ഇങ്ങനെ അഖൻ അവിടെ കിടക്കുന്നെന്നോ ഈ ഒരു പർവ്വതം പോലത്തെ ഗുഹയാണ് കാണുന്നതെന്നോ ഈ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. അങ്ങനെ കഷ്ടമാഹന്ത കഷ്ടം എന്നു പറയും ദേവന്മാരെല്ലാം വിഷമിച്ചു. അത്രമാത്രം അവർക്ക് ദീനന്മാരാകുന്നു. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.